ഇവിടെ നമ്മൾ കാണുന്നത് അബ്സ്ട്രാക്ട് ക്ലാസ്സും അബ്സ്ട്രാക്ട് മെത്തേഡ്സും എങ്ങനെ ജാവയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇൻഹെറിറ്റൻസ് ഇപ്പോൾ നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞു. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ കുറച്ചുകൂടെ ഹയർ ലെവലിലോട്ട് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് അബ്സ്ട്രാക്ട് ക്ലാസ് ആൻഡ് അബ്സ്ട്രാക്ട് മെത്തേഡ്സ്. ഇൻഹെറിറ്റൻസിൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം ഒരു ക്ലാസ്സിൻ്റെ ഒരു മോഡൽ അറിയാം. അപ്പോൾ ആ ക്ലാസ്സിനെ നമ്മൾ വെറുതെ ഡിഫൈൻ ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് ആ ക്ലാസ്സിൽ നിന്നും കൃത്യമായ രൂപങ്ങളുള്ള പുതിയ ക്ലാസ്സിനെ ഡിറൈവ് ചെയ്തെടുത്തിട്ട് അതിനകത്ത് കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുന്നു. അപ്പോൾ ബേസ് ക്ലാസ്സിൽ എന്തൊക്കെ ഉണ്ട് എന്നറിയാം, പക്ഷേ അത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സിൽ വരുമ്പോഴാണ്. അത്തരം ബേസ് ക്ലാസ്സുകളെയാണ് അബ്സ്ട്രാക്ട് ക്ലാസ്സും, അത്തരം ബേസ് ക്ലാസ്സിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഇംപ്ലിമെൻ്റ് ചെയ്യാത്ത മെത്തേഡുകളെയാണ് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് എന്നും പറയുന്നത്. ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് an important feature of object oriented programming. ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇംപ്ലിമെൻറ്റേഷനെ ഹൈഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഫങ്ഷനാലിറ്റി എന്തൊക്കെയുണ്ട് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് പറയുന്നതിനെയാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യൂസേഴ്സിന് ചില കാര്യങ്ങൾ അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അറിയിപ്പിക്കേണ്ട, ജസ്റ്റ് അവർക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുത്താൽ മതി ഇതൊക്കെ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാനുള്ള ക്ലാസ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. In Java, you are using actually two methods for achieving data abstraction. One is using abstract class, another one is using interfaces. ഇവിടെ നമ്മൾ കാണുന്നത് അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. Later we'll see how interfaces are also used for data abstraction. അബ്സ്ട്രാക്ട് ക്ലാസ് എന്താണെന്ന് മനസ്സിലായി. അതായത് റഫ് ഐഡിയ പറയുന്നു, ക്ലാസ് എന്തൊക്കെ ഉണ്ടാവണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത്. എങ്ങനെയാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഡിറൈവ്ഡ് ക്ലാസ്സിലെത്തിയതിനു ശേഷം നമ്മൾ തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ പറയുന്നില്ല. മറ്റു തരത്തിൽ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളൊരു കാറ് ഉപയോഗിക്കുന്നു. കാറിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. ഫ്യൂവൽ ഉണ്ട്, ഫ്യൂവൽ എൻജിൻ വഴി വരുന്നു എന്നറിയാം. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇന്നതൊക്കെ സംഭവിക്കാം എന്നറിയാം. ബ്രേക്ക് ഉണ്ടെന്നറിയാം, പക്ഷെ ബ്രേക്ക് എങ്ങനെയാണ് കൃത്യമായി വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയില്ല. അതുപോലെ തന്നെ അതിനകത്ത് ഇംപ്ലിമെൻറ്റേഷനെ പറ്റി നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, ഇന്നത് ഉണ്ട് എന്നറിഞ്ഞാൽ മതി. അത്തരം ഡെഫിനിഷനെയാണ് അബ്സ്ട്രാക്ട് ഡെഫിനിഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരം ക്ലാസ്സസിനെയാണ് അബ്സ്ട്രാക്ട് ക്ലാസ്സസ് എന്ന് പറയുന്നത്. അത്തരം ക്ലാസ്സസിൽ ഡിഫൈൻ ചെയ്യുന്ന പർട്ടിക്കുലർ മെത്തേഡ്സിനെയാണ് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അബ്സ്ട്രാക്ട് ക്ലാസ് വഴി മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഇൻ്റർഫേസസ് വഴിയും ജാവയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ കാണാം നമുക്കിവിടെ. യു ഹാവ് എ വെഹിക്കിൾ ക്ലാസ്. വെഹിക്കിൾ ക്ലാസ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അതിനകത്ത് എന്തൊക്കെ ഡേറ്റയുണ്ട്. ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്, ഫ്യൂവൽ ടൈപ്പ് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, പല പല ഡേറ്റയും അതിനകത്തുണ്ട്. ആ വെഹിക്കിൾ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെന്നറിയാം, പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഫ്യൂവൽ ടൈപ്പ് ഉണ്ടെന്നറിയാം, എന്ത് ഫ്യൂവൽ ആണെന്ന് വെഹിക്കിൾ ക്ലാസ് എന്ന് പറയുമ്പോൾ, ഒരു വെഹിക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ. ബ്രേക്ക് ഉണ്ടെന്നറിയാം, ബ്രേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളത് വെഹിക്കിൾ വരുമ്പോൾ നമുക്കറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടി, രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കാനായിട്ട് വെഹിക്കിൾ രജിസ്റ്റർ ചെയ്യണം എന്നറിയാം, ഫ്യൂവൽ ഫില്ല് ചെയ്യണം എന്നറിയാം, ബ്രേക്ക് അപ്ലൈ ചെയ്യണം എന്നറിയാം. ഇതൊക്കെയാണ് അതിൻ്റെ പുറത്ത് ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻസ്. അപ്പോൾ വെഹിക്കിൾ ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ ഒരു അബ്സ്ട്രാക്ട് ഐഡിയ മാത്രമേ അത് നമുക്ക് തരുന്നുള്ളൂ. എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി പറയുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സിലെത്തിയതിന് ശേഷമാണ്. അപ്പോൾ ഇവിടുത്തെ ഡിറൈവ്ഡ് ക്ലാസ്സാണ് കാറ്. അപ്പോൾ കാറ് നിന്നും എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, കാർ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ലഭിക്കുമ്പോൾ കാറിനകത്താണ് നമ്മൾ രജിസ്റ്റർ എന്നുള്ള മെത്തേഡ് എഴുതിയിട്ട് അതിനകത്ത് കോഡ് എഴുതുന്നു. അപ്പോൾ രജിസ്റ്റർ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കോഡ് ഇവിടെ എഴുതുന്നു. അതുപോലെ തന്നെ ഫിൽ ഫ്യൂവൽ എന്ന് ഇവിടെ താഴെ എഴുതുന്നു. ഫ്യൂവൽ ഫില്ല് ചെയ്യാനുള്ള എങ്ങനെയാണത് ഫങ്ഷനാലിറ്റി എന്നുള്ള കോഡെല്ലാം ഇവിടെ എഴുതും. അപ്ലൈ ബ്രേക്ക് എന്ന് പറയുന്നു, കാറിൽ എങ്ങനെയാണ് ബ്രേക്ക് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ മെത്തേഡിനകത്ത് എഴുതുന്നു. അപ്പോൾ നമ്മൾ വെഹിക്കിൾ ക്ലാസ്സിൽ പറയുന്നത് ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്, ഒരു ഫ്യൂവൽ ടൈപ്പ് ഉണ്ട്, ബ്രേക്ക് ഉണ്ടെന്ന് മാത്രമാണ്. അത് തന്നെ രജിസ്റ്റർ ചെയ്താലേ രജിസ്റ്റർ നമ്പർ കിട്ടുള്ളൂ. ഫ്യൂവൽ ഫില്ല് ചെയ്താൽ മാത്രമേ ഫ്യൂവലിൻ്റെ ഏത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബ്രേക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് വാഹനം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
പക്ഷെ ഹൗ ദീസ് ആർ ഓൾ ഡൺ എന്നുള്ളത്, ഏത് വണ്ടിയാണ്, ആ വണ്ടിയുടെ മോഡൽ എന്താണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായി നിർവചിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദിസ് ഈസ് യുവർ അബ്സ്ട്രാക്ട് ക്ലാസ്, ദിസ് ഈസ് യുവർ ഡിറൈവ്ഡ് ക്ലാസ്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ, പക്ഷേ അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത് വെറും മോഡൽ മാത്രമായി മാറുമ്പോഴാണ് അതിനെ നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത്. So how an abstract class is being defined, how abstract methods are being defined. Class that is being declared with abstract keyword. ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന കീവേഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത്തരം ക്ലാസ്സുകളെല്ലാം അബ്സ്ട്രാക്ട് ക്ലാസ്സസ് എന്ന് പറയുന്ന ഗണത്തിൽ വരുന്നു. അതുപോലെ തന്നെയാണ് മെത്തേഡും. മെത്തേഡ് എഴുതുന്നതിന് മുമ്പായിട്ട്, മെത്തേഡിന്റെ പേര്, അതിന്റെ ടൈപ്പ് എഴുതുന്നതിന് മുമ്പായിട്ട് നമ്മൾ അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന കീവേഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മെത്തേഡ് ഉണ്ട് എന്ന് പറയുന്നു എന്ന് മാത്രമാണ്. അത്തരം മെത്തേഡിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് നമുക്ക് അബ്സ്ട്രാക്ട് മെത്തേഡ് മാത്രമല്ല, ഇംപ്ലിമെന്റഡ് ആയിട്ടുള്ള ശരിക്കും നല്ല കോഡ് എഴുതിയിട്ടുള്ള കൃത്യമായ എങ്ങനെ പ്രവർത്തിക്കണം എന്നറിയാവുന്ന മെത്തേഡുകളും ഉണ്ട്. സാധാരണ മെത്തേഡുകളും അബ്സ്ട്രാക്ട് ക്ലാസ്സിനുണ്ടാവാം. അബ്സ്ട്രാക്ട് ക്ലാസ്സിലെ മെത്തേഡുകൾ എല്ലാം അബ്സ്ട്രാക്ട് മെത്തേഡ് ആവണമെന്നില്ല, ചിലതെല്ലാം ഇംപ്ലിമെന്റഡ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നതാണ്. ഇനി മെത്തേഡ് ഡിഫൈൻഡ് ഇൻ അബ്സ്ട്രാക്ട് മസ്റ്റ് ഓൾവേസ് ബി റീഡിഫൈൻഡ് ഇൻ ദ സബ് ക്ലാസ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡിന്റെ പേരിന് മുമ്പായിട്ട് അബ്സ്ട്രാക്ട് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ മെത്തേഡ് ഡിറൈവ്ഡ് ക്ലാസ്സിൽ കൃത്യമായി കോഡ് എഴുതി അതിനെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് മസ്റ്റ്, ദാറ്റ് ഈസ് കമ്പൽസറി. അപ്പോൾ ഓവർ റൈഡിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കൃത്യമായി ചെയ്താൽ മാത്രമേ അബ്സ്ട്രാക്ട് മെത്തേഡ് പ്രായോഗിക തലത്തിലെത്തുകയുള്ളൂ. ഇനി any class that contains one or more abstract methods must also be declared with abstract keyword. ഏതെങ്കിലും ക്ലാസ്സിനകത്ത് നമുക്കൊരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സും അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് ഡിഫൈൻ ചെയ്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ നിന്നും നമുക്ക് ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമല്ല. അതായത് നിങ്ങൾ കഴിഞ്ഞ പ്രോഗ്രാംസിലൊക്കെ കണ്ടു, നിങ്ങളുടെ ബേസ് ക്ലാസ്സും അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്ലാസ്സും ഉണ്ട്. നിങ്ങൾക്ക് ബേസ് ക്ലാസ് ഉപയോഗിച്ചും വേണമെങ്കിൽ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ഡിറൈവ്ഡ് ക്ലാസ്സിലെ ഫംഗ്ഷനാലിറ്റി ഉപയോഗിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഡിറൈവ്ഡ് ക്ലാസ്സിനെ ഉപയോഗിച്ച് വേണമെങ്കിലും ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ ബേസ് ക്ലാസ് അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപയോഗിച്ച് നമുക്ക് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്ന വെറും ഒരു മോഡൽ മാത്രമാണ്, അത് ബിൽഡപ്പ് ചെയ്യാത്ത ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസ്സിലെ കൺസ്ട്രക്റ്റേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും അല്ലാത്ത ഡീഫോൾട്ട് കൺസ്ട്രക്ടറും ഒക്കെ ഉണ്ട്, ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അബ്സ്ട്രാക്ട് ക്ലാസ്സിലെ കൺസ്ട്രക്ടറെ പോയി ഡിറൈവ്ഡ് ക്ലാസ്സിൽ വീണ്ടും ഓവർ റൈഡ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ പാടില്ല. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഏത് ക്ലാസ്സിൻ്റെ പേരിന് മുമ്പാണ് അബ്സ്ട്രാക്ട് എന്ന് എഴുതിയിരിക്കുന്നത് അത് അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. ഏത് മെത്തേഡിന് മുമ്പാണോ അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന കീവേഡ് എഴുതിയിരിക്കുന്നത് അത് അബ്സ്ട്രാക്ട് മെത്തേഡാണ്. ഇറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ബിഹൈൻഡ് അബ്സ്ട്രാക്ട് ക്ലാസ് ആൻഡ് മെത്തേഡ്. ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ. യു ഹാവ് ഡിഫൈൻ ഷേപ്പ് ആസ് ദ ബേസ് ക്ലാസ്. അതിന് മുമ്പായിട്ടൊരു കീവേഡ് ഇവിടെ നമ്മൾ എഴുതി ചേർത്തിട്ടുണ്ട്, അബ്സ്ട്രാക്ട്. ഷേപ്പ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഏരിയ ഉണ്ട്, പെരിമീറ്റർ ഉണ്ട്, അതുകൊണ്ട് അത് ഡിഫൈൻ ചെയ്തു. ഇനി ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം എന്നറിയാം. അതുകൊണ്ട് നമ്മൾ ഒരു ക്ലാസിൻ്റെ പേര് അവിടെ എഴുതിയിട്ടിട്ട് അതിന് തൊട്ട് മുമ്പ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നു. നോക്കൂ, ഇതിനകത്ത് ബോഡി ഇല്ല. ഈ മെത്തേഡിന് ജസ്റ്റ് യു പുട്ട് എ സെമിക്കോളൻ ഓവർ ദയർ. യു ഡോണ്ട് ഹാവ് സ്റ്റാർട്ടിംഗ് ബ്രാക്കറ്റ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ആൻഡ് കോഡ്. യു ജസ്റ്റ് ഡിഫൈൻ അബ്സ്ട്രാക്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അബ്സ്ട്രാക്ട് എന്ന് വായിക്കുക. അബ്സ്ട്രാക്ട് ഓയിഡ് ഏരിയ ക്യാൻ. ഇനി ഇവിടെ നോക്കൂ, അബ്സ്ട്രാക്ട് പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് വേണമെന്നറിയാം, പക്ഷെ എങ്ങനെയാണ് പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ അബ്സ്ട്രാക്ട് എന്ന് എഴുതിയിട്ട് ജസ്റ്റ് ഫംഗ്ഷൻ്റെ പേര് മാത്രം എഴുതി ഒരു സെമിക്കോൺ ഇട്ട് നിർത്തുന്നു അവിടെ. അപ്പോൾ ദിസ് ഈസ് യുവർ അബ്സ്ട്രാക്ട് ക്ലാസ് ഡെഫിനിഷൻ. അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് ഡേറ്റ ഡിഫൈൻ ചെയ്യാം, മെത്തേഡുകളൊക്കെ ഡിഫൈൻ ചെയ്യാം. മെത്തേഡുകളെ അബ്സ്ട്രാക്റ്റ് എന്നോ അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് എഴുതിയിട്ടില്ലെങ്കിൽ ആ മെത്തേഡിൻ്റെ പൂർണ്ണമായ രൂപവും ഇവിടെ എഴുതിയിരിക്കണം. ഇനി ഈ ഷേപ്പ് ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നത് സർക്കിൾ ക്ലാസ് ആണ്. സർക്കിൾ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ഡേറ്റ കൂടെ ഡിഫൈൻ ചെയ്തു. അതിനോടൊപ്പം തന്നെ ഏരിയ കാൽ എന്ന് പറയുന്ന മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്ത് അതിൻ്റെ കോഡ് കൃത്യമായി എഴുതി. സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന്.
അതുപോലെ തന്നെ പെരിയിക്കാൽ എന്ന് പറയുന്ന ഫംഗ്ഷനെ വീണ്ടും ഓവർറൈഡ് ചെയ്യാൻ വേണ്ടി എടുത്തെഴുതി, എന്നിട്ട് നമ്മൾ അതിനകത്ത് കോഡ് എഴുതുന്നു. ആ കോഡ് വരുമ്പോഴേ പെരിയിക്കാൽ എന്ന് പറയുന്ന മെത്തേഡ് പൂർണ്ണമാവുന്നുള്ളൂ. സോ ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് അബ്സ്ട്രാക്ട് ക്ലാസ്. ഷേപ്പ് ഈസ് ആൻ അബ്സ്ട്രാക്ട് ക്ലാസ്. ഏരിയ cal and perical are abstract methods defined in class shape. Now we see some programs over here. കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് കണ്ടു നോക്കാം. ഒരു നം എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. ആ നം ക്ലാസ്സിനെ നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ് എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അബ്സ്ട്രാക്ട് ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിനകത്ത് 2 മെത്തേഡുണ്ട്, ക്യാൽ മെത്തേഡുണ്ട്, ഡിസ്പ് മെത്തേഡുണ്ട്. ക്യാലിൽ എന്ത് ചെയ്യുന്നു എന്നിവിടെ എഴുതുന്നില്ല, ജസ്റ്റ് ക്യാൽ ഉണ്ടെന്ന് മാത്രം പറയുന്നു. അതുകൊണ്ട് നമ്മൾ കീവേഡ് അബ്സ്ട്രാക്ട് ഉപയോഗിക്കുന്നു. ഡിസ്പ് എന്ത് ഡിസ്പ്ലേ ചെയ്യാനാണ്, എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാനാണെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു ഡിസ്പ് ഉണ്ടെന്ന് മാത്രം പറയുന്നു. അതുകൊണ്ട് നമ്മൾ അതിന് മുമ്പിൽ അബ്സ്ട്രാക്ട് എഴുതി. അപ്പോൾ ഒരു ക്ലാസിൻ്റെ അബ്സ്ട്രാക്ട് ഡെഫിനിഷനാണ് ഇവിടെ പൂർത്തിയാകുന്നത്. ഇനി ആ ക്ലാസ്സിൽ നിന്ന് ഡിഫൈൻ ചെയ്ത നമ്പറിൻ്റെ കണ്ടന്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് നമ്മൾ ഡേറ്റയെ ഡിഫൈൻ ചെയ്തു, ക്യാലിനെ ഡിഫൈൻ ചെയ്തിട്ട് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് പറയുന്നു, ഡിസ്പ്ലേ ഡിഫൈൻ ചെയ്തിട്ട് വീണ്ടും റീഡിഫൈൻ ഓവർറൈഡ് ചെയ്തിട്ട് പിന്നെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം, എന്ത് ഡിസ്പ്ലേ ചെയ്യണം എന്നുകൂടെ പറയുന്നു. ഇനി നമ്മുടെ മെയിൻ പ്രോഗ്രാമിനകത്ത് നമ്പർ ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. n1 ഉപയോഗിച്ച് ക്യാലിനെ കോൾ ചെയ്യുന്നു, n1 ഉപയോഗിച്ച് ഡിസ്പിനെ കോൾ ചെയ്യുന്നു. അപ്പോൾ ക്യാലും ഡിസ്പും വർക്ക് ചെയ്യുന്നു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, നം ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നം ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം, കാരണം നമ്പർ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് അല്ല. അപ്പോൾ യു കനോട്ട് ഇൻസ്റ്റാൻഷിയേറ്റ് ഒബ്ജക്റ്റ് യൂസിങ് അബ്സ്ട്രാക്ട് ക്ലാസ്. That is very important to remember. Now you see another example on abstract class. Here you have animal class. Animal class എന്ത് ചെയ്യുന്നു നോക്കൂ. അനിമൽ ക്ലാസ്സിൽ നമ്മളൊരു മെത്തേഡിനെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തു. അനിമൽ സൗണ്ട്. അപ്പോൾ ഒരു അനിമൽ എന്ന് കേൾക്കുമ്പോൾ സൗണ്ട് എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല നമുക്ക്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് സൗണ്ട് ഉണ്ടാക്കുമെന്നറിയാം. അതുകൊണ്ട് മെത്തേഡ് എഴുതി സെമിക്കോൺ ഇട്ടു. ഇനി സ്ലീപ്പ് എന്ന് പറയുന്ന മറ്റൊരു മെത്തേഡുണ്ട്. സ്ലീപ്പിനകത്ത് നമുക്കറിയാം എല്ലാ അനിമൽസും സൗണ്ട്, സ്ലീപ്പിംഗ് സൗണ്ട് ഇതാണെന്നുള്ളൊരു അസംഷനിൽ അത് നമ്മൾ ഇവിടെ തന്നെ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഈ സ്ലീപ്പ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ തന്നെ ചെയ്തു. പക്ഷേ അനിമൽ സൗണ്ട് എന്ന് പറയുന്ന മെത്തേഡ് അബ്സ്ട്രാക്ട് മെത്തേഡായിട്ട് എഴുതിയിട്ട് അതിൻ്റെ ഡെഫിനിഷൻ ഡിറൈവ്ഡ് ക്ലാസ്സിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ക്ലാസ് പിക്ക് എക്സ്റ്റെൻസ് അനിമൽ. ഇവിടെ നമ്മൾ അനിമൽ സൗണ്ടിനെ വ്യക്തമായി നിർവചിക്കുന്നു. എന്താണ് അനിമൽ സൗണ്ടിൽ ചെയ്യുന്നത്, എന്ത് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യു കം ടു ദ മെയിൻ പ്രോഗ്രാം നൗ. ഇവിടെ നമ്മൾ പിഗ് ഉപയോഗിച്ച് മൈ പിഗ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അനിമൽ സൗണ്ടിനെയും ക്രിയേറ്റ് ചെയ്തു. സ്ലീപ്പ് എന്ന് പറയുന്ന അനിമൽ മെത്തേഡിനെയും കോൾ ചെയ്തു. സ്ലീപ്പ് എന്ന് പറയുന്ന മെത്തേഡിനെയും കോൾ ചെയ്തു. സ്ലീപ്പ് എവിടെയാണ്, നിങ്ങളുടെ ബേസ് ക്ലാസ്സിലാണ്, അബ്സ്ട്രാക്ട് ക്ലാസ്സിലാണ്. അത് അവിടെ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യും. ഇനി അനിമൽ സൗണ്ട് എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ ഡിറൈവ്ഡ് ക്ലാസ്സിലാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, പിഗ് ഉപയോഗിച്ച് ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ അനിമൽ ഉപയോഗിച്ച് നമുക്ക് ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് അനിമൽ ഈസ് എൻ അബ്സ്ട്രാക്ട് ക്ലാസ്. നൗ യു സീ അനദർ കോൺസെപ്റ്റ് ഓവർ ഹിയർ. എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ വളരെ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട്. എൻക്യാപ്സുലേഷൻ ഈസ് എ ഫീച്ചർ ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചറാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എൻക്യാപ്സുലേഷൻ എന്ന് വെച്ചാൽ ഹൈഡിങ് എന്നാണ്. അതായത് ഡേറ്റയെയും അതിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന കോഡിനെയും നമ്മൾ പൊതിഞ്ഞ് ഉള്ളിലാക്കി സെക്യൂർഡാക്കി വയ്ക്കുന്നു. പുറത്തുനിന്ന് വയ്ക്കുന്നവർക്ക് കാണാൻ വയ്യാത്ത രീതിയിൽ അകത്താക്കി വയ്ക്കുന്നു. അതാണ് എൻക്യാപ്സുലേഷൻ. എൻക്യാപ്സുലേഷൻ മീൻസ് ഡേറ്റ ഹൈഡിങ് ഓർ ഇൻഫർമേഷൻ ഹൈഡിങ്. പക്ഷേ ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്താണെന്ന് നോക്കാം. അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസിനെ ഹൈഡ് ചെയ്യുന്നതാണ്. അതായത് ഡേറ്റയോ അതിനകത്ത് എന്തൊക്കെ മെത്തേഡ് വരുന്നു എന്നുള്ളത് ഹൈഡ് ചെയ്ത് വയ്ക്കലല്ല, അല്ലെങ്കിൽ അത് കാണാൻ വയ്യാത്ത രീതിയിൽ ആക്കലല്ല. അത് എൻക്യാപ്സുലേഷൻ ഉണ്ട്. പക്ഷെ ഒരു പടി കൂടെ കടന്ന് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ പുറത്ത് കാണിക്കാത്തതാണ് അബ്സ്ട്രാക്ഷൻ.
അപ്പോൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മോഡൽ മാത്രം പറയുക, എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് പറയാതിരിക്കുകയാണെങ്കിൽ ഡേറ്റ അബ്സ്ട്രാക്ഷൻ. എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത് ഏതൊരു ക്ലാസ്സിൻ്റെയും കോൺസെപ്റ്റാണ്. ക്ലാസ്സിനകത്ത് ഡേറ്റ ഇട്ടു, ക്ലാസ്സിനകത്ത് മെത്തേഡ് ഇട്ടു, ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്ത് വെച്ചു, ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ രീതിയിലുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് ആക്സസ് പെർമിഷൻ ഉള്ളവർക്ക് മാത്രം ഒബ്ജക്റ്റ് ഉപയോഗിക്കാം എന്ന് പറയുന്ന രീതിയിലോട്ട് കൊണ്ടുവരുന്നതാണ് എൻക്യാപ്സുലേഷൻ. അതിൻ്റെ അപ്പുറത്ത് ക്ലാസ്സിനകത്ത് ജസ്റ്റ് ഒന്നും എഴുതാതെ ഇതാണ് ക്ലാസ്, ഇവിടെ ഇന്നതുണ്ട്, എങ്ങനെ ചെയ്യും പറയുന്നില്ല. ദാറ്റ് ഈസ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. അപ്പോൾ എക്സ്പോസ് ചെയ്യുന്നില്ല, എങ്ങനെയാണ് ഡീറ്റെയിൽസിനെ എക്സ്പോസ് ചെയ്യുന്നില്ല, ഇംപ്ലിമെൻറ്റേഷനെ എക്സ്പോസ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. Now we see the advantages of abstraction. Why we use abstraction? What are the advantages? It reduces the complexity of viewing the things. ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവതരിപ്പിച്ച് വയ്ക്കുന്നതാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. അവിടെ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അവോയ്ഡ്സ് കോഡ് ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് ഇൻക്രീസസ് റീയൂസബിലിറ്റി. റീയൂസബിലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നു, കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. Now, it helps to increase security of an application or program as only important details are provided to the user. അത് നമ്മൾ അറിയണം. ഒരു കാറ് നമ്മൾ വാങ്ങിയാൽ അതിനകത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ അറിയണം, ആക്സിലേറ്റർ അറിയണം. പക്ഷേ ആക്സിലേറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ഓർഡിനറി യൂസർ അറിയേണ്ട കാര്യമില്ല. ഇംപ്ലിമെൻറ്റേഷൻ അത് നമുക്ക് കാണാനും പറ്റില്ല, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്, അത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, വി ഡോണ്ട് നോ. ദാറ്റ് ഇംപ്ലിമെൻറ്റേഷൻസ് ആർ ഹിഡൻ ഫ്രം ദ യൂസർ. അതുകൊണ്ട് തന്നെ കാറ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഏതൊരു വാഹനവും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് നമുക്ക് കാണാത്ത രീതിയിൽ മറച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട്. അതെല്ലാം ഇങ്ങനെ തുറന്നു വെച്ചാൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുകൂടെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് വളരെ എക്സ്പോസ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയി മാറുന്നതായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഓക്കെ.